അപ്പോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് അല്ലേ? ചാലഞ്ച് റിക്വസ്റ്റഡ് ചാലഞ്ച് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു ഇയർ പുള്ളിങ് ചാലഞ്ചിന്. അപ്പൊ അതിന്റെ നമ്മൾ ശരിക്കും പാർട്ട് 1 ആയിട്ടല്ല ചെയ്തത്, ശരിക്കും ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ചോദിച്ചിരുന്നു സെക്കൻഡ് പാർട്ട് വേണോ. പിന്നെ അതിലും നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ സെക്കൻഡ് പാർട്ട് 1 അത് ചെയ്തതിനു ശേഷം ഏത് വീഡിയോ ഇടുമ്പോഴും എല്ലാത്തിലും ചാലഞ്ച് ചെയ്യൂ എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരുപാട് ചാലഞ്ചസിന്റെ അതിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ഇനി പെൻഡിങ്ങിൽ കിടക്കുക ചെയ്യണം. അതൊക്കെ ചെയ്യണം ഓരോന്നോരോന്നായിട്ട്. ചെറിയ തിരക്കായി കാരണം പറ്റുന്നില്ല. അതിനിടെ പനി പിടിച്ചു, കിടപ്പിലായി, അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഡിലേ ചെയ്ത് പോവാണ്. പിന്നെ പുറമെ വണ്ടികൾ പോണ ശബ്ദം ക്ഷമിക്കുക. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കുക. പിന്നെ കണ്ണന്റെ ബർത്ത്ഡേ വീഡിയോക്ക് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഒരുപാട് താങ്ക്സ്. കുറെയൊക്കെ നമ്മൾ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് വരുന്നത്, റെസ്പോൺസും അതുപോലെ റിപ്ലൈസ് വരുന്നത്. കുറെ മറുപടി കൊടുക്കാറുണ്ട്, ചിലത് പറ്റാറില്ല കാരണം ഒക്കെ ഹിഡൻ സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ മാക്സിമം ഒക്കെ ചെയ്യാറുണ്ട്. അതെ, അപ്പോ അങ്ങനെ ഇനിയും രസകരമായ വീഡിയോ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. അപ്പോൾ ഇനിയും ഇതേപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ഈ ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് പോയി കാണാട്ടോ വീഡിയോ. അതെ, അപ്പൊ നമ്മള് വീഡിയോ അധികം വലിച്ചു നീട്ടുന്നില്ല. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അതന്നെ ബെല്ല്. അപ്പൊ എന്താണ് അപ്പൊ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇയർ പുള്ളിങ് ചാലഞ്ചിന്റെ സെക്കൻഡ് പാർട്ട്. പക്ഷെ നമ്മൾ ആ ഒരു പ്രോപ്പർ രീതിയല്ല, നമ്മുടെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. കാരണം കുറച്ച് ഫൺ രീതിയിലാക്കിയിട്ട് ഒരു സെക്കൻഡ് പാർട്ടാണ്. അപ്പൊ കുസൃത ചോദ്യങ്ങൾ ചോദിക്കും, എന്നിട്ട് 5 ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ തെറ്റുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കുക, വലിക്കലാണോ? പിന്നെ തിരിക്കലല്ലേ? തിരിക്കൽ മതി. ഇയർ പുള്ളിങ് അല്ലേ, ഇപ്പൊ തിരിക്കലല്ല, വലിക്കല്ലേ ചെയ്യാൻ. ശരി, അത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും വലിക്കാം. എങ്ങനെ വേണമെങ്കിൽ വേദനിപ്പിക്കാം, എങ്ങനെ വേണമെങ്കിലല്ല, പുള്ളി ഇത് മാത്രം വേദനിപ്പിക്കാം. അപ്പൊ കണ്ണേട്ടന് ഇത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അമ്മയാണ് കേട്ടോ. റിഡിൽസ് തന്നിട്ടുള്ളത് അമ്മയാണ്. എനിക്ക് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ 5 എണ്ണത്തിൽ കണ്ണേന്റെ ചെവിയിൽ പിടിച്ച് തോന്നും. അപ്പൊ എന്നാ വീഡിയോയിൽ കിടക്കാം. കണ്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ മെൻഷൻ ചെയ്യൂ. ഇനിയും പുതിയ പുതിയ ചാലഞ്ചസുകൾ നിങ്ങൾ പറയൂ. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടാണ്. കാരണം ഇനിയും പെൻഡിങ്ങിൽ കിടപ്പുള്ള ഒരുപാട് ചാലഞ്ചസ് അല്ലേ. പക്ഷെ ഞങ്ങളെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കും. അതെ. അപ്പൊ ഞാൻ എന്റെ സംഭവം എടുക്കട്ടെ. ഞാൻ എന്റെ എടുക്കട്ടെ. ഇത് കണ്ടോ? അപ്പൊ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 1 by 1 ഒരു ചോദ്യം ചോദിക്കും. തെറ്റുത്തരാണെങ്കിൽ അപ്പൊ നമ്മൾ പണിഷ് ചെയ്യും. അതാണ് അതിന്റെ രീതി. ഓക്കെ, ടീച്ചർ കുട്ടി പോലെ ഉണ്ടല്ലേ. അപ്പൊ ഒരു ചോദ്യം തെറ്റുത്തരാന്നുണ്ടെങ്കിൽ അതിനപ്പ പണിഷ്മെന്റ് തരും. ആ രീതിയിൽ മനസ്സിലാവും. അല്ലാതെ പെൻഡിങ് വെക്കുന്ന പരിപാടിയല്ല. പിന്നെ ഒരു ചോദ്യം ചോദിച്ചാൽ നല്ല ലെങ്ത് ടൈം, മാക്സിമം പോയി കഴിഞ്ഞാൽ 5 to 10 seconds മാക്സിമം അതിനുള്ള ഉത്തരം പറഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചോദ്യം ഞാൻ ചോദിക്കാം. ഓക്കെ, കുറച്ച് അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്മയോട് പറഞ്ഞു അധികം ബുദ്ധിമുട്ടാക്കണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് ഉത്തരമില്ല കുട്ടി എപ്പോഴും. അപ്പൊ അതുകൊണ്ട് ഇത് ചോദിച്ച് വളരെ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് 1000 രൂപയുടെ ചോദ്യം. ഓക്കെ, ഇതാണ് ചോദ്യം. കലണ്ടറിന് എപ്പോഴും വരുന്ന അസുഖം ഏത്? 1 2 3 4 5 6 7 8 9 10. തോറ്റു. ഏതാ പറയാ? ആലോചിക്ക്. ഞാൻ പറയാം. മന്ത്. ഇനി ഞാനല്ലേ എന്റെ ടേൺ തരാം കേട്ടോ. ഇതിന് ഞാൻ മറുപടി തരാം. ഓക്കെ, ഒരു നായയുടെ മുന്നിൽ ഇറച്ചിയും മീനും ഉണ്ട് എങ്കിൽ നായയുടെ കണ്ണ് എവിടെയായിരിക്കും? സത്യം അറിയോ നോക്കിയായിരുന്നോ? ഓക്കെ, അല്ല ചോദ്യം ചോദിക്കുവാ. ഉത്തരം സിമ്പിൾ അല്ലേ. ഇപ്പൊ നിന്റെ മുഖത്ത് അല്ല, നിന്റെ മുമ്പിൽ ഐസ്ക്രീമും
ചിക്കൻ ബിരിയാണി വെച്ചിട്ട് വിചാരിക്കുക അല്ലേ? പക്ഷെ നിന്റെ കണ്ണ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാ? എന്റെ മുഖത്ത്. സിമ്പിൾ. അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ വിജയകരമായി ജയിച്ച് ഒരു പോയിന്റ് നേടിയിരിക്കുന്നു. സെക്കൻഡ് ചോദ്യം ആയല്ലോ. രണ്ടാമത്തെ ചോദ്യം. തൊട്ടുകൂട്ടാം എന്നാൽ സദ്യക്ക് വിളമ്പില്ല, എന്താണ്? 1 2 3 4 5 6 7 8 9 10. ഉത്തരം കാൽക്കുലേറ്റർ. അതെങ്ങനെയുണ്ട്? അവർ രണ്ടെണ്ണത്തിലും അവള് വിജയകരമായി തോറ്റിരിക്കുന്നു. ഞാനല്ലേ? എങ്കിലും എന്റെ അമ്മ. ഞാൻ ചോദിക്കട്ടെ? അപ്പൊ 2 ചോദ്യം ഞാൻ ചോദിച്ചു, രണ്ടെണ്ണത്തിലും ഞാൻ തന്നെ അടുത്തത് 9 പഴം എന്ന് അർത്ഥം വരുന്ന ഒരു പേര്. 9 പഴം എന്ന് അർത്ഥം വരുന്ന ഒരു പേര്. അത് ആളുടെ പേരാണോ കൺട്രിയുടെ പേരാണോ? 9 പഴം 5 6 7 9 പഴം. ഒരു കാര്യം ചോദിക്കാൻ പറ്റും, ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ? അത് നീ പറഞ്ഞോ. അതായത് 9 പഴം എന്നുള്ളത് ഇപ്പൊ എന്ത് പഴമാണ്? 9 പഴം എന്നുള്ള പഴങ്ങളാണോ അതോ ബനാനയാണോ? ചോദിക്കട്ടെ, ബനാനയാണോ അതോ പഴങ്ങളാണോ അതോ എന്ത് പഴം നീ പറഞ്ഞിട്ട്? അത് അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ആളുടെ പേരായിട്ട് മാറും. 1 2 3 4 5 6 7 8 9 10. പറഞ്ഞില്ലേ? പോരാ, പക്ഷെ ഞാൻ പുള്ളിയത് പറയട്ടെ ഉത്തരം. നൗഫൽ. നൗഫൽ. അപ്പൊ 2-1 അല്ലേ? ഞാൻ രണ്ടെണ്ണം ഒന്ന് പറഞ്ഞു, താങ്കൾ രണ്ടെണ്ണത്തിന് രണ്ടും പറഞ്ഞിട്ടില്ല. അതെന്നെ പറഞ്ഞ 2-1. 1-0. അങ്ങനെ 2-1 ആവുക. ഞാൻ ഒന്ന് പറഞ്ഞു, നീ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് ഒന്നല്ലേ, നിനക്ക് 0. കണ്ണേട്ട 2 പറഞ്ഞു വിചാരിച്ചു ഞാൻ. നൗഫൽ എന്നെ തോപ്പിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം. ഏറ്റവും കൂടുതൽ മഴയുള്ള രാജ്യം ഏത്? 1 2 3 4 5 6. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. അയ്യോ, ഇതൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പറയട്ടെ, ബഹ്റൈൻ. അയ്യോ, ഇത് ഞാൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അന്ന് നമ്മള് റിഡിൽസ് കളിച്ചത് ഓർമ്മയുണ്ടോ? രാത്രി ഉണ്ട്, ശരിക്കും ഉണ്ട്. അന്ന് ഞാൻ ചോദിച്ചത് അതാ. ഞാന് ബഹ്റൈൻ എന്ന് പറഞ്ഞില്ല കേട്ടോ, റോം. സ്പെയിനൊക്കെ അങ്ങനെ 3 ചോദ്യത്തിൽ 3 പരാജയപ്പെട്ടിരിക്കുന്നു. അയ്യോ, എന്റെ ചെവി നോക്കൂ. അടുത്തത് കണ്ണേട്ട മയത്തില് പിടിച്ചിട്ട് ഞാനല്ലേ? ചാലഞ്ചിന്റെ ആവശ്യമില്ല. ഞാനല്ലേ? ഉപയോഗത്തിന് മുന്നേ പൊട്ടിപ്പോകുന്ന സാധനം എന്ത്? ടിക് ടിക് 1. അതായത് സാധനം പറഞ്ഞാൽ എന്താ ഒരു തിങ്. എന്ത് തിങ്? കഴിക്കുന്നതാണോ? സ്ത്രീ. കണ്ണേട്ട ഇത് കൂട്ടില്ല. ഞാൻ നല്ല ക്ലൂ തന്നു, ഇത് പറ്റില്ല. അങ്ങനെ 2 ഉത്തരം ഞാൻ തെരഞ്ഞെടുക്കുന്ന. അങ്ങനെ മുട്ട അപ്പൊ 3 देखो 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 नहीं देखो കണ്ണേട്ട നിക്കോ, ഞാൻ പറയട്ടെ. ഇല്ലല്ലേ, വേർപ്പിക്കുന്നതല്ല. ഇത് നിങ്ങൾ കേൾക്കണം. ഞാൻ ഇതുവരെ ഒരു ക്ലൂ ചോദിച്ചിട്ടില്ല. കണ്ണേട്ടന്റെ ക്ലൂ ചോദിച്ചു. ശരി, അടുത്തേക്ക് ഞാൻ ക്ലൂ ചോദിക്കും. അപ്പൊ 3 ചോദ്യം ചോദിച്ചു, ഞാൻ 2 പറഞ്ഞു, താങ്കൾ ഒന്നും പറഞ്ഞില്ല അല്ലേ? അമ്മ നീ എന്റെ അടുത്ത് ഞാനല്ലേ ചോദിക്കുന്നല്ലേ? നാലാമത്തെ അല്ലേ? അതിമനോഹരമായിട്ട് ഇതിലും കിട്ടും. ഇതില് മൂക്കി കിടിയാട്ടോ. പറയട്ടെ,
തല കുത്തി നിന്നാൽ വലുതാകുന്നത് ആര്? 1 2 3 ബലൂൺ. 4 5 6 7 അയ്യോ സോറി ഇല്ല 7 8 9 ക്ലൂ ക്ലൂ 10. ക്ലൂ എന്ത് ക്ലൂ തരൂ. ഒരു ഇതാണ് ഒരു സംഭവമാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് അങ്ങനെയാണ്. എല്ലാ സംഭവം തന്നെ എന്തെങ്കിലും ഒന്ന് ക്ലൂ തരൂ. എന്തെങ്കിലും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡോ അങ്ങനെ എന്തെങ്കിലും ആണോ? ആ ക്ലൂ ഒക്കെ തന്നാൽ ഈസി ആവും. ഇതന്നെ നേരത്തെ അല്ലല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്തോ ആവാം, മനസ്സിലായോ? ഇനിയിപ്പോ ഇത് മുട്ടയാണ് പൊട്ടിക്കുന്ന മുട്ട തന്നെയല്ലേ ഉള്ളൂ. പൊട്ടിക്കുന്ന മുട്ട മാത്രമേ ഉള്ളൂ. പയർ പൊട്ടിക്കില്ലേ? പക്ഷെ പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. മുട്ട തന്നെ ഫസ്റ്റ് വരുള്ളൂ പൊട്ടിക്കാന്ന് പറയുമ്പോ. പയറ് പൊട്ടിക്കും, പിന്നെ കടുക് പൊട്ടിക്കും. അപ്പൊ അതൊന്നും പറയാം. പക്ഷെ ഇത് പറഞ്ഞ ഈസിയാണ്. ഇതിന് ക്ലൂ ഒന്നും ഇല്ല. വലിക്കട്ടെ. എപ്പോഴും തോറ്റു. ഇങ്ങനെയല്ലേ? ഇനി മതിയോ? മതിയോ? ഉത്തരം 6 തിരിച്ചിട്ടാ 9. പിന്നെ ബലൂൺ എങ്ങനെ തിരിച്ചിട്ട് എങ്ങനെ വലുതാണെന്ന് മനസ്സിലാവും. ഹൈഡ്രജൻ. അപ്പൊ 4 ചോദിച്ചു കാര്യമുണ്ടോ? 4 തോറ്റു. വലിയ മുട്ടയിട്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. ഞങ്ങൾ ഒന്നിച്ചാൽ നിങ്ങളുടെ ഭാവിയെ നിയന്ത്രിക്കും. ആരാണ് ഞങ്ങൾ? 1 ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. 4. എന്ത് ക്ലൂ? ഇതിന് ക്ലൂ ഒന്നും അത് ഫുള്ള് ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. ഞങ്ങൾ ഒന്നിച്ചാൽ നിങ്ങളുടെ ഭാവി നിയന്ത്രിക്കും. ആരാണ് ഞങ്ങൾ? പേരുകളാണ് കേട്ടോ. 1 2 ജൂലൈ 3 4 7 8 9 10 11 12 കഴിഞ്ഞു. 13 14. തോറ്റു. ഏതാ? ഭാഗ്യരേഖ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാൻ പോകുന്നത്. എങ്കിലും എന്റെ ഭാഗ്യേ രേഖയെ തോപ്പിച്ചറിഞ്ഞില്ല. കണ്ണേട്ടൻ 2 എനിക്ക് 2 പോയിന്റ് ഉണ്ട്. കണ്ണേട്ടൻ നൗഫൽ പറഞ്ഞിട്ടില്ല. പറയണത് എന്റെ ചെവി പിടിച്ച് പിടിക്കണമെന്നല്ല. ഞാൻ താങ്കളോട് എത്ര ചോദ്യം ചോദിച്ചിട്ട് അതിലെന്ത് ഉത്തരം പറയുന്നു അതാണ്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതാ പറഞ്ഞ 4 കണ്ണേട്ടൻ എനിക്ക് 4 ഞാൻ 4 പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയല്ല, എനിക്ക് ശരി ഉത്തരത്തിന്റെ മാത്രം മതി. അങ്ങനെ പറയാം. ശരി ഉത്തരം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതിന്റെ ശരി ഉത്തരത്തിന്റെ മതി ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ പോയിന്റ്സ് കിട്ടുക. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണെങ്കിലും 4 ചോദ്യം ഞാൻ ചോദിച്ചിട്ട് 4 ഒന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. 4 പറഞ്ഞു. ഞാനാണല്ലോ 2 കണ്ണേട്ടൻ പറഞ്ഞു. അപ്പൊ 5ാമത്തെ ചോദ്യം എന്നാ പിടിച്ചോ. ചൈനയും ഇന്ത്യയും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് എവിടെ? എന്നാലും അമ്മ എങ്ങനെ ഈ ചോദ്യങ്ങൾ കണ്ടുപിടിച്ചാൽ? 1 2 4 5 നമ്മുടെ അടുത്തുള്ള സ്ഥലം 6 7 8 നമ്മുടെ അടുത്തുള്ളത് തിരുവില്ല. 10. ശ്മശാനം തിരുവല്ലാമലക്ക് അടുത്ത എന്തായാലും 5 ചോദ്യത്തില് 5ഉം പറഞ്ഞല്ലോ. കണ്ണേട്ടൻ ഇത് നോക്കൂ. എന്ത് വേദനിക്കുന്ന ചലതിന് വന്നത് അല്ലേ? എന്നാ ഇതില് കണ്ണേട്ടന്റെ ഞാൻ തിരിച്ചു പിടിക്കും. ഏട്ടണ്ടല്ലോ കണ്ണേട്ടനും ഉത്തരം പറഞ്ഞു വേർക്ക, ഉത്തരം പറയാതെ വേർക്ക, 2 പേർക്ക്. ഓക്കെ, ഞാനല്ലേ ചോദിക്കുന്നേ. ഓടിക്കാൻ പറ്റാത്ത ലോറി. ഓടിക്കാൻ പറ്റാത്ത ലോറി. 1 2 3 അതിന്റെ പേരില് ലോറി ഉണ്ട്. 1 2 ലോറി. ഓടിക്കാൻ പറ്റാത്ത ലോറി. 1 ഗ്ലോറിയില് GLORY അല്ലേ? തോറ്റു. ഇല്ല 6 എണീറ്റുള്ളൂ. നിക്ക്. ഓടിക്കാൻ പറ്റാത്ത ലോറി. 3 അല്ല ലോറി.
ഹിലോറി. 8 9 10 തോറ്റു. ഞാൻ പിടിച്ചാ പോലെ വേണ്ട ഞാൻ പിടിക്കാം. കണ്ണേട്ട ഇത് ഫൗള്. ഉത്തരം ഇനി എന്റെ ചെവി പിടിച്ച് തിരിക്കാ. കലോറി. അത് കലോറി അല്ല കാലോറിയാണ്. കലോറി. അപ്പൊ ചോദ്യം തെറ്റാ. കലോറി അതെ പറയും മലയാളത്തിൽ എഴുതുമ്പോ കലോറി എന്നല്ലേ എഴുതുക. ശരി. അപ്പൊ 5 ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ 2 പറഞ്ഞു. കുട്ടി 5 പറഞ്ഞില്ല. അങ്ങനെ ഞാൻ വിജയിച്ചിരിക്കുന്നു. എന്റെ ചെവി പൊന്നായിരിക്കുന്നു. എന്നാ വാ പൊന്നൂരിത്ത ഞാൻ കൊണ്ടുപോയിക്കട്ടെ. ഈ ചളിക്ക് ഇനിയും കേട്ട് നിൽക്കാൻ സാധ്യമില്ലാത്തത് കാരണം ഞാൻ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ് അല്ലേ? അപ്പോ എന്റെ ചളികളൊക്കെ എന്റെ തമാശകളൊക്കെ ഇപ്പൊ ഒരു കാലത്ത് ആസ്വദിച്ച് സ്വയം പറഞ്ഞു ചളികൾ എന്റെ ചളികൾ. അപ്പോ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ചലഞ്ച് ഞാൻ ആസ്വദിച്ചു, കാരണം ഞാൻ വിജയിച്ചിരിക്കുന്നു. ചലഞ്ച് 1 by 1 ആയിട്ട് ഓരോ വീഡിയോസ് വരാൻ ഉണ്ട്. ഇയർ പുള്ളിങ് ചലഞ്ച് വേണ്ട, എനിക്ക് കൂടുതൽ കിട്ടുന്നത്. ഇനി നോക്കട്ടെ, ഇങ്ങനെ രസകരമായ ഒരുപാട് റെക്കമെൻഡേഷൻ വന്നത് ഓരോന്നോരോന്ന് ചെയ്യും. കൊറേ വന്നിട്ടുണ്ട്. ഇതൊക്കെ സ്നീസിങ് ചലഞ്ചോ, കാനിബൽ ചാലഞ്ച്, പിന്നെ ഹാൻഡ് സ്കെയിൽ, അങ്ങനെ കൊറേ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം കാണുന്നുണ്ട്, ട്രൈ ചെയ്യാം ഞങ്ങളെല്ലാം. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കമന്റ്സ് എല്ലാം അറിയിക്കാം. ഹെൽത്തി കമന്റ്സ് താഴെ മെൻഷൻ ചെയ്യുക, നമ്മൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.